മനുഷ്യരിൽ സവിശേഷമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചിട്ടുള്ള വിശ്വാസികൾ അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ, അവരുടെ സാമൂഹ്യ ഘടനയിൽ വ്യത്യസ്തമായ ധാരാളം പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. വ്യക്തിപരമായി ഒരുപക്ഷെ കടബാധ്യതകളും അസുഖങ്ങളും പോലെയുള്ള ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്ന, അവന്റെ ശരീരത്തെയും അവന്റെ മനസ്സിനെയും മാത്രം ബാധിക്കുന്ന പരീക്ഷണങ്ങളുണ്ടാകും. ഒരുപക്ഷെ അതിനപ്പുറം അവന്റെ കുടുംബത്തെ കൂടി ബാധിച്ചേക്കാവുന്ന പരീക്ഷണങ്ങളുണ്ടാകും. ഇണകൾക്കിടയിലും മാതാപിതാക്കൾക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഇടയിലൊക്കെയുള്ള ചെറിയ അസ്വാരസ്യങ്ങളും കുടുംബ പ്രശ്നങ്ങളുമൊക്കെ അത്തരം പരീക്ഷണങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ എന്നല്ല, ലോകത്തെ എല്ലാ കാലഘട്ടത്തിലും വിശ്വാസി സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന് പരിക്കേൽപ്പിക്കുകയും തങ്ങളുടെ ജീവിതത്തിന്റെ നേരെ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന പരീക്ഷണങ്ങളും ഉണ്ടാകും. തങ്ങളുടെ വിശ്വാസത്തെയും ആദർശത്തെയും ചോദ്യം ചെയ്യുന്ന അത്തരം പരീക്ഷണങ്ങളിൽ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയെടുക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ആരെങ്കിലുമൊക്കെ രക്ഷകരായി രംഗപ്രവേശം ചെയ്യും, ആരെങ്കിലുമൊക്കെ വിജയത്തിന്റെ പാത വെട്ടിത്തെളിക്കാൻ നമുക്കിടയിലേക്ക് കടന്നു വരും എന്ന മിഥ്യാബോധത്തോടു കൂടിയിട്ടല്ല വിശ്വാസി മുന്നോട്ട് പോകേണ്ടത്. ഓരോ വിശ്വാസിയും അവന്റെ മുന്നിലെ വഴി സ്വയം തെരഞ്ഞെടുക്കാൻ, അവന്റെ മുന്നിലെ രക്ഷാമാർഗം സ്വയം രൂപീകരിച്ചെടുക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അത്തരം പരീക്ഷണങ്ങളുടെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കൊണ്ട് ചില ലക്ഷ്യങ്ങൾ ഉദ്ദേശിക്കുന്നു. ഈ ഭൂമിയിലെ മറ്റ് ആരാധ്യരിൽ നിന്ന്, മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന് മാത്രമുള്ള അടിമത്തത്തിലേക്ക് മനുഷ്യരാശിയെ ക്ഷണിക്കുക. ഒരു വലിയ ഗൗരവപ്പെട്ട സന്ദേശമാണ്. മറ്റനേകം ആരാധ്യരിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെല്ലാം ശക്തികളുടെ മുമ്പിൽ വിധേയപ്പെടുന്ന മനുഷ്യന്റെ അവസ്ഥാന്തരങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹുവിന് മാത്രം വിധേയപ്പെടുന്ന ഒരു ഘടനയിലേക്ക് മനുഷ്യരാശിയെ ക്ഷണിക്കുക. ഈ ദുനിയാവിന്റെ മിൻ ലീഖിൽ ദുനിയ ഇലാ സഅത്തിൽ ആഖിറ, ഈ ദുനിയാവിന്റെ കുടുസായ ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്ന് പരലോകത്തിന്റെ വിശാലതയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക. ഇങ്ങനെ അള്ളാഹുവിനെയും പരലോകത്തെയും മുന്നിൽ വെച്ചുകൊണ്ടുള്ള അതിസൂക്ഷ്മമായ ലക്ഷ്യം ഓരോ വിശ്വാസിയെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. അതേസമയം വിശ്വാസി സമൂഹം അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രശ്നം, ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഒരു ഹദീസ് ആ ഖുതുബയിലൂടെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഒരു കാലഘട്ടം നിങ്ങളുടെ മുമ്പിൽ സംജാതമാകുന്ന ഒരു കാലമുണ്ട്. വിശന്ന് വലഞ്ഞവൻ ആർത്തിരമ്പി ഭക്ഷണത്തളികയിലേക്ക് കൈയിട്ട് വാരുന്നത് പോലെ തന്റെ ചുറ്റുപാടുമുള്ള എല്ലാവരും ചേർന്ന് മുസ്ലിം സമൂഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സന്ദർഭമുണ്ടാകും. നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന വർത്തമാന സാഹചര്യമാണ്. സഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യം, ഞങ്ങളെന്ന എണ്ണത്തിൽ വളരെ കുറവായിരിക്കുമോ? ആ ഹദീസ് ഞാൻ അങ്ങനെ തന്നെ അതിന്റെ അർത്ഥസഹിതം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്. അല്ല, നിങ്ങൾ എണ്ണത്തിൽ കുറവല്ല, നിങ്ങൾ എണ്ണത്തിൽ ധാരാളം ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് ഒരു സമൂഹത്തിൽ സംഭവിക്കേണ്ടതില്ലാത്ത അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചില മാരകമായ അസുഖം നിങ്ങൾക്ക് പിടിപെട്ടുണ്ടാകും. വഹ്ന് എന്ന ഒരു സാങ്കേതിക പദപ്രയോഗം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. എന്താണ് ആ വഹി എന്ന് ചോദിച്ചപ്പോ, രണ്ട് ഭാഗമുള്ള അല്ലെങ്കിൽ രണ്ട് മുഖമുള്ള വഹ്ന് എന്ന ദൗർബല്യത്തെ
അഥവാ ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഭൗതികമായ നിങ്ങളുടെ ജീവിതത്തോടുള്ള ആർത്തിയാണ്, അടങ്ങാത്ത അഭിനിവേശവും സ്നേഹവുമാണ്. അതോടൊപ്പം മരണത്തെയും മരണാനന്തര ജീവിതത്തെയും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നതിനോടുള്ള പേടിയാണ്. ഈ വിഷയങ്ങളെയായിരുന്നു കഴിഞ്ഞ കുറേ ഖുതുബകളിലൂടെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിന്റെ മർമ്മം, എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ള ഒരു സമുദായമാണ് ഖൈറു ഉമ്മത്ത് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന ഉമ്മത്ത് മുസ്ലിം. കേവലം ഒരു ഖൈറു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കുറെ സവിശേഷതകൾ, നല്ലവരാണ് എന്ന് സമൂഹം സർട്ടിഫൈ ചെയ്യുന്ന ഒരു ആൾക്കൂട്ടമല്ല. നേരെ മറിച്ച് അവർക്ക് ചില യോഗ്യതകളുണ്ട്. അവർ എഴുന്നേറ്റ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന് കൃത്യമായ ഒരു നിലപാടും ധാരണയുമുണ്ട്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന പ്ലാറ്റ്ഫോം, പ്രിയമുള്ള സഹോദരങ്ങൾ, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വർത്തമാനം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിക സമൂഹത്തിലെ ഒരു കുഞ്ഞിന് പോലും, ലോകത്തെ 200 കോടി മുസ്ലിം സമൂഹത്തിലെ ഒരു കുഞ്ഞിന് പോലും വിയോജിപ്പില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ തറ എന്ന് പറയുന്നത് ഏറ്റവും ബലിഷ്ഠമായ തറയാണ്. അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ ചില യോഗ്യതകൾ വേണം. എല്ലാവർക്കും കയറി നിൽക്കാനുള്ളതല്ല ആ തറ. ആ തറയിലേക്ക് ആരെയും വിളിച്ച് കയറ്റാൻ സാധ്യമല്ല. കാരണം ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കാരണം ഇത് ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സർവാധിനാഥനായ തമ്പുരാൻ അവന്റെ അടിമകൾക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു തറയാണ്. അവിടെ ആർക്കെങ്കിലും കയറി നിൽക്കാൻ കഴിയില്ലല്ലോ. അവിടെ അള്ളാഹുവുമായ ഒരു ആത്മബന്ധമുള്ള മനുഷ്യനെ കഴിയും. അവിടെ അള്ളാഹുവുമായി ആത്മബന്ധമുള്ള മനുഷ്യനെ സാധിക്കൂ. ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട്, അദ്ദേഹത്തോടാണ് എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, ഞാൻ അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് മാറിപ്പോകുന്നു, ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, പക്ഷെ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹവും എനിക്ക് നിഷേധിച്ചിട്ടില്ല. എനിക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, സന്താനമുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്. അല്ലേ, നമുക്കൊക്കെ തോന്നാവുന്ന ഒരു ധാരണയുണ്ടല്ലോ. ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചാണ് നടക്കുന്നത്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഒന്നും ഞാൻ മുഖവിലക്കെടുത്തിട്ടില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ ഈ പണ്ഡിതൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം, ശരി, നിന്റെ ഒരനുഗ്രഹവും തടഞ്ഞു വച്ചിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടല്ലോ, നിന്റെ രാത്രി നമസ്കാരം നടക്കുന്നുണ്ടോ? രാത്രി നമസ്കാരം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മനുഷ്യരെല്ലാം, ജീവജാലങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന പാതിരാത്രിയിൽ രാവിലെ 3-ാം യാമത്തിൽ റബ്ബുമായി സംസാരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഇല്ല, രാത്രി നമസ്കാരം എനിക്ക് കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞു. നിനക്ക് എല്ലാ അനുഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നപ്പോഴും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരോട് മാത്രം അള്ളാഹു സംസാരിക്കാൻ തെരഞ്ഞെടുത്ത രാവിന്റെ അന്ത്യയാമങ്ങളിൽ നിനക്കെഴുന്നേറ്റ് നിന്റെ റബ്ബിനോട് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നിനക്ക് തടഞ്ഞു എന്നല്ലേ അതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്ലാറ്റ്ഫോമിൽ എല്ലാ മനുഷ്യർക്കും കയറി നിൽക്കാൻ കഴിയില്ല. എല്ലാവർക്കും അതിനുള്ള യോഗ്യതയില്ല. അതിന്റെ യോഗ്യത വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായ ഒരു ഭാഷയിൽ പറഞ്ഞു വെക്കുന്ന അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ. ഈ നല്ല വാക്യത്തെ അള്ളാഹു ഉദാഹരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നീ കണ്ടോ? അത് വെറുതെ എന്തിനോടെങ്കിലുമല്ല, കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു വൃക്ഷത്തോടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സൂറത്ത് ഇബ്രാഹീമിലെ
24 മുതൽ 27 വരെയുള്ള ആയത്തുകൾ, 24 മുതൽ 28 വരെയുള്ള ആയത്തുകൾ. അള്ളാഹു ആ വൃക്ഷത്തെ നല്ല ഒരു വൃക്ഷത്തോട് ഉപമിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് പറഞ്ഞു അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ. അതിന്റെ വേരുകൾ ഭൂമിയുടെ മണ്ണടരുകളിലേക്ക് ആണ്ടിറങ്ങി വെള്ളവും വളവും വലിച്ചെടുക്കുന്ന നല്ല ദിശാബോധമുള്ള വേരുകളുണ്ട്. ഫർഉഹാ ഫിസ്സമാ. അതിന്റെ ശിഖരങ്ങൾ ആകാശത്ത് പടർന്നു പന്തലിച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, ഒരുപാട് തവണ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കാമ്പും കാതലുമുള്ള ഒരു വലിയ വടവൃക്ഷം. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളൊരു കെട്ടിടം പണിയുകയാണ് എന്ന് കൂട്ടുക. ആ കെട്ടിടം പണിയാൻ നമ്മൾ 1000 അല്ലെങ്കിൽ 1500 കട്ട ഉപയോഗിച്ച് നല്ല ഒരു മനോഹരമായ കെട്ടിടം പണിയാൻ നമ്മൾ തീരുമാനിച്ചു. ആ കട്ടകൾ ഓരോന്നും ഇങ്ങനെ ചേർത്ത് പടുത്തു വെക്കുമ്പോൾ ആ കട്ടകൾക്കിടയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പരിക്കലുണ്ടല്ലോ, സിമന്റും മണലും വെള്ളവും ചേർത്തത് വളരെ കൃത്യമായ ഒരു അനുപാതത്തിൽ ചേരണം. തോന്നിയതുപോലെ വെള്ളം ചേർത്താൽ, തോന്നിയതുപോലെ മണൽ ചേർത്താൽ, അല്ലെങ്കിൽ തോന്നിയതുപോലെ സിമന്റ് ചേർത്താൽ അതിന്റെ ഗുണനിലവാരമില്ല. ഇനി അതേ കെട്ടിടത്തിൽ നമ്മളിങ്ങനെ പരിക്കനൊക്കെ ചേർത്ത് വെച്ചു കൊടുക്കുന്ന 1000, 1500 കട്ടകളുണ്ട്. എന്നാൽ പിന്നെ ഒരു 10ഓ 15ഓ കട്ടകളിൽ സിമന്റ് ചേർക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാലോ? 1500 കട്ടയുണ്ടല്ലോ, അതിലൊരു 15 കട്ടയിൽ സിമന്റ് വേണ്ട എന്ന് ആ കെട്ടിടം നിർമ്മിക്കുന്ന വ്യക്തി തീരുമാനിച്ചാൽ ആ കെട്ടിടം ബലവത്തായി പൂർത്തീകരിക്കാൻ അയാൾക്ക് കഴിയില്ലല്ലോ. ആ കെട്ടിടം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു പരിക്കൻ കൊണ്ട് ജീവിതത്തിന്റെ ഓരോ കട്ടകളെയും ഇങ്ങനെ അടുക്കി വെക്കണം. ആ ഓരോ കട്ടകളെയും ഇങ്ങനെ മനോഹരമായി അടുക്കി വെക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലായിടത്തേക്കും പ്രകടിപ്പിക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കണം. ഈ പരിക്കൻ നമ്മൾ എല്ലായിടത്തും പ്രകടിപ്പിക്കില്ലല്ലോ. അതിന്റെ ഉള്ളിലുള്ള പരിക്കൻ പുറത്തേക്ക് കാണേണ്ടതില്ല. പുറമെ തേച്ച് മിനുസപ്പെടുത്തുന്ന ഭാഗമാണല്ലോ നമ്മൾ കാണേണ്ടതുള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ മിനുസപ്പെട്ട ഭാഗം നമ്മൾ പുറത്ത് കാണാനുള്ളതാണ്. പക്ഷെ ഈ മിനുസമില്ലാത്ത, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് വെക്കുന്ന, അതിന് കരുത്തു കൂട്ടാൻ ഉപയോഗിക്കുന്ന ഈ പരിക്കനുണ്ടല്ലോ, നമ്മുടെ ആരാധനകൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ദിക്റുകളും കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ്. നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ടും നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ നേടിയ, അതൊക്കെ രഹസ്യമാണ്. അതൊന്നും മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ പ്രകടമാക്കേണ്ടതല്ല. അപ്പൊ ജീവിതത്തിന് ഒരുപാട് കട്ടകൾ കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരു കെട്ടിടത്തോടാണ് നമ്മൾ സമീപിക്കുക. ആ ഓരോ കട്ടകളും ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഓരോ ഇടപെടലുകളും ഓരോ കട്ടകളാണ്. നമ്മുടെ കുടുംബം അതിലെ ബലിഷ്ഠമായ ഒരു പോർഷനാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധം അതിന്റെ ഒരു ഭാഗമാണ്. അവിടെ എല്ലാം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചേരുവ ചേർന്നിട്ടില്ലെങ്കിലോ അപ്പോൾ പിന്നെ ആ കെട്ടിടത്തിന്റെ ബലം നഷ്ടപ്പെട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും നല്ല ബലിഷ്ഠമായ കൃത്യതയാർന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് നിർത്തിയവരാണ് നമ്മൾ. ആ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വലിയ വടവൃക്ഷം പോലെ അതിന് അതിൻ്റെതായ ചില ദൗത്യങ്ങൾ. എങ്ങനെ? തുഖ്തി ഉഖ്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അതിന്റെ റബ്ബിന്റെ അനുമതിയോടുകൂടി അതിന്റെ സൽഫലങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. സ്വന്തത്തിലേക്ക് മാത്രം ഒതുക്കുന്ന സ്വാർത്ഥതയുടെ എല്ലാ കെട്ടുപാടുകളും വിശ്വാസിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. നിനക്ക് എങ്ങനെയാണ് സ്വാർത്ഥനാവാൻ കഴിയുക? ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് സ്വാർത്ഥനാവാൻ കഴിയുമോ? നിങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്ന് കൂട്ടുക. നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചതാണ്, കാലങ്ങളോളം കുത്തിയിരുന്ന് പഠിച്ച് നിങ്ങൾ പണം മുടക്കി നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ സമയം നിങ്ങൾ നേടിയെടുത്ത വിജ്ഞാനമാണ്. അതെന്റെ വിജ്ഞാനമല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ ആദ്യത്തെ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്നൊരു ചോദ്യം എന്താ? നിന്റെ അറിവ് നീ എവിടെ നിന്ന് നേടി, എന്തിനു വേണ്ടി?
അപ്പൊ എന്റെ അറിവ്, എന്റെ സ്വാർത്ഥതയിൽ ഞാൻ ഒതുക്കി വെച്ചിരുന്ന എന്റെ കഴിവുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോൾ അത് പൊതുവായിരിക്കുന്നു. അപ്പൊ നിനക്കിങ്ങനെ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ, തന്റെ തള്ളയുടെ ചിറകിനടിയിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു കോഴിക്കുഞ്ഞിനെ പോലെ മാറിപ്പോകാൻ കഴിയുന്നവനല്ല, സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങാൻ കഴിയുന്നവനല്ല. നീ ഈ സമൂഹത്തിന് വേണ്ടി വിശാലമാകേണ്ടവനാണ്. തൂത്തി ഉക്കുലഹാക്കുള്ള ഹീനും പീതിന് റബ്ബിഹ. എന്റെ റബ്ബിന്റെ അനുമതിയോടുകൂടി വൃക്ഷങ്ങൾ കൊടുക്കുന്നില്ലേ, തണല് കൊടുക്കുന്നുണ്ട്, കാറ്റ് കൊടുക്കുന്നുണ്ട്, ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, കായ്ഫലങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷികൾക്കുള്ള ആവാസ വ്യവസ്ഥ കൊടുക്കുന്നുണ്ട്, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട്, അതിന്റെ വേരുകൾ മണ്ണൊലിപ്പ് തടയുന്നുണ്ട്. എന്തെല്ലാം സൽഫലങ്ങളാണ് ഓരോ വൃക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കണം. നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയിൽ സമൂഹത്തിന്റെ മനഃശാസ്ത്രത്തെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് അതിന് പറയുന്നത്. സമൂഹത്തെ എങ്ങനെയാണ് കരുതലോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം അനുഭവിക്കാൻ കഴിയുന്നവരാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ അനുഭവിക്കുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഗന്ധമുണ്ട്. നമ്മളൊക്കെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വന്നപ്പോൾ അസ്തർ വരുത്തുന്നവരാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണ്. എന്തിനാണ് നമ്മൾ ഈ പെർഫ്യൂം ഉപയോഗിച്ചത്? നമുക്ക് മണം കിട്ടാൻ വേണ്ടിയിട്ടാണോ? ആലോചിച്ച് നോക്കൂ, വർഷങ്ങളായില്ലേ നമ്മളൊക്കെ പെർഫ്യൂം ഉപയോഗിക്കുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും എനിക്ക് മണം കിട്ടണമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ പെർഫ്യൂം ഉപയോഗിച്ചിട്ടുണ്ടോ? അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഇടപഴകാൻ പോകുന്ന സമൂഹത്തിൽ ഞാൻ ആരുടെ ഇടയിലേക്കാണോ ഞാൻ പോകുന്നത് അവർക്കിടയിൽ എന്റെ ശരീരത്തിൽ നിന്നൊരു സുഗന്ധം അവർക്ക് അനുഭവിക്കാൻ പറ്റണം. ഇസ്ലാമിന് അങ്ങനെ ഒരു സുഗന്ധമില്ല, ഇസ്ലാമിന് അങ്ങനെ ഒരു വെളിച്ചമില്ല, ഇസ്ലാമിന് അങ്ങനെ ഒരു മനോഹാരിതയില്ല. ആ വെളിച്ചവും ആ സുഗന്ധവും ആ മനോഹാരിതയും നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്ന സ്വയം ഒരു അനുഭൂതിയായി കൊണ്ടു നടക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കൺസെപ്റ്റിനോട്, ആ കാഴ്ചപ്പാടിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറംതിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തുഖ്തി ഉഖ്ലഹാകുല്ല ഹിൻദീൻ റബ്ബിഹ, അതിന്റെ റബ്ബിന്റെ അനുമതിയോടുകൂടി എല്ലാ കാലവും സൽഫലങ്ങൾ ഇങ്ങനെ പൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക എന്ന പ്രയോഗം നടത്തി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂക്തം അവസാനിപ്പിക്കുന്നത് വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ആ ഉദാഹരണം ഭംഗിയായി എന്ന് നമ്മൾ പറയാൻ വേണ്ടിയല്ല, ആ ഉദാഹരണത്തെ നമ്മളിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുണ്ടല്ലോ, ഞാൻ എവിടെ നിൽക്കുന്നു ലഅല്ലഹും യതദക്കറൂൻ, അവരൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എന്റെ പൊസിഷൻ. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു എന്ന് സങ്കല്പിക്കുക. ചരിത്രം വായിക്കുന്നു, ചരിത്രം പഠിക്കുന്നു. എന്തിനായിരുന്നു അത് വായിച്ചത്? എന്തിനായിരുന്നു അത് പഠിച്ചത്? എന്തിനായിരുന്നു അത് പറഞ്ഞത്? അബൂബക്കറിനെ പറയുമ്പോൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറയുമ്പോൾ അബൂബക്കറിലൂടെ നമ്മളെ തിരയുകയാണ്, നമ്മളിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ കാണുന്നത് അബൂബക്കറിനെയല്ല, അബൂബക്കറിന്റെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം മൂല്യവത്തായ നന്മകളെ നമ്മൾ പഠിക്കുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ, ആ മൂല്യങ്ങളിൽ നിന്ന് ഞാൻ എത്ര ദൂരം മാറി നിൽക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് എത്ര ദൂരമുണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിലേക്ക് എന്റെ ജീവിത ശൈലിയിൽ നിന്ന് എത്ര ദൂരമുണ്ട്, എന്റെ ഭക്ഷണശീലങ്ങളിൽ നിന്ന് എത്ര ദൂരമുണ്ട്, എന്റെ സൗഹൃദങ്ങളിൽ നിന്ന് എത്ര ദൂരമുണ്ട്, എന്റെ കുടുംബത്തിൽ നിന്ന് എത്ര ദൂരമുണ്ട്. ആ ദൂരത്തെ അളക്കാനുള്ള വലിയ ഒരു മാപിനിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിലുള്ള ചരിത്രങ്ങൾ എന്ന് പറയുന്നത്. ഖൈറുൽ ഖുറൂനി ഖർനി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞല്ലോ, ഏറ്റവും നല്ല ഉത്തമമായ നൂറ്റാണ്ട് എന്ന് പറയുന്നത് എന്റെ നൂറ്റാണ്ടാണ്, എന്നോടൊപ്പം സഹവസിക്കുന്ന സഹാബാക്കളുടെ ജീവിതമുള്ള നൂറ്റാണ്ടാണ്. പിന്നെ അതിനുശേഷമുള്ളവരുടേതാണ്.
ഈ സഹാബാക്കളെ കണ്ട് ശീലിച്ച് അവരോടൊപ്പം ജീവിതം ചെലവഴിച്ച താബിയുകളുടേതാണ്. പിന്നെ അവർക്ക് ശേഷമുള്ളവരുടേതാണ്. എന്ന് പറഞ്ഞാൽ താബിയുകളുടേതാണ്. സഹാബാക്കളെ കണ്ട താബിയുകളോടൊപ്പം ജീവിച്ച താബിയുകളുടെ കാലഘട്ടമാണ് പിന്നെ നല്ല. പിന്നെയോ ഓരോ കാലം കഴിയുമ്പോഴും നന്മകൾ പലതും അടർന്നു പോകും. നന്മകൾ അടർന്നു പോയിടത്ത് ജീർണതകൾ പലതും മുളച്ചു പൊന്തും. അങ്ങനെയല്ലേ? നമ്മളൊരു കൃഷിഭൂമി കൃഷി ചെയ്യാതെ ഇട്ടാൽ കളകൾ മുളച്ചു പൊങ്ങും. കൃഷിഭൂമി വേണമെന്നില്ലല്ലോ, വീട്ടുമുറ്റത്ത് ചെടി നട്ടു നോക്കും. ആ ചെടികൾ നട്ടിട്ട് ആ ചെടികളെ പരിപാലിച്ചിട്ടില്ലെങ്കിൽ ആ ചെടികൾക്കിടയിൽ പുല്ല് മുളക്കില്ലേ? ആ ചെടികൾ വൃത്തിയായി ഭംഗിയായി നിലനിൽക്കണമെങ്കിൽ എന്തോ അതിനെ പരിപാലിക്കണം. അപ്പോൾ ഓരോ കാലം കഴിയുമ്പോഴും മനുഷ്യർക്കിടയിൽ നിന്ന് നന്മകൾ ചോർന്നു പോകും. ആ ചോർന്നു പോകുന്ന നന്മകൾ എവിടെയാണോ നഷ്ടപ്പെട്ടത് ആ വിടവുകളിൽ കളകൾ മുളച്ചു പൊങ്ങും. പക്ഷെ അങ്ങനെ മുളച്ചു പൊങ്ങുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയും ഖുലഫാഉർ റാഷിദീന്റെ ചര്യയും മുറുകെ പിടിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഭാപ്തി വിശ്വാസം രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ. ഞാൻ നിലനിർത്തിയിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്ലാറ്റ്ഫോം എത്ര മഹത്തരമാണ് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യർ. ആ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് യോഗ്യത നൽകിയിട്ടുണ്ടെങ്കിൽ, ഞാനല്ലാത്ത ഒരുപാട് മനുഷ്യർക്ക് ആ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാനുള്ള യോഗ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ലെങ്കിൽ, ഈ യോഗ്യത കൊണ്ട് എന്നിലൂടെ മറ്റു സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടേണ്ട നന്മകൾ എന്തൊക്കെയാണ്? ഇനി ആ വർത്തമാനത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്ന് അറിയോ? വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ. മ്ലേച്ഛമായ വാക്യത്തിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാത്ത വാക്യത്തിന്റെ ഉദാഹരണം കശജറത്തിൻ ഖബീസ. അതൊരു മോശം വൃക്ഷത്തെ പോലെയാണ്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിയ വേരുകളില്ല, ആകാശത്തേക്ക് പടർന്നു വന്നിരിച്ച ശിഖരങ്ങളില്ല. ഒരുപക്ഷെ കാഴ്ചയിൽ വലിയ ഭീമാകാരമായി ഉയർന്നു നിൽക്കുന്നുണ്ടാകും, പക്ഷെ ഉള്ളു പൊള്ളയാണ്, ജീർണിച്ചതാണ്. അതിന്റെ വേരുകൾ മണ്ണിന്റെ പുറമേ നിൽക്കുന്നത് കൊണ്ട് അത് എളുപ്പം പിഴുതെറിയപ്പെടും. അതിന് യാതൊരു നിലനിൽപ്പുമില്ല. അത് പിഴുതെറിയപ്പെടാനുള്ളതാണ്. കാരണം അത് ദൗർബല്യങ്ങളുടെ മേലും ചാബല്യങ്ങളുടെ മേലും വളർന്നു പൊങ്ങിയ വലിയ വടവൃക്ഷമാണ്. ഉള്ളുപൊള്ളയായ വടവൃക്ഷം മറിഞ്ഞു വീഴാൻ കൊടുങ്കാറ്റ് വേണോ? ഉള്ളുപൊള്ളയായ വടവൃക്ഷം മറിഞ്ഞു വീഴാൻ ഒരു കൊച്ചുകുട്ടിയുടെ കരസ്പർശമേറ്റാൽ മതി. അതിനെ മറിച്ചിടാൻ അത്രയേ വേണ്ടൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാത്ത കലിമത്തുൽ ഖബീസ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഇലാഹികളെ ജീവിതത്തിന്റെ ഭാഗമായി ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുക. ഇലാഹികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആരാധനകളൊക്കെ അർപ്പിക്കുന്ന ദൈവമാണ് എന്ന്. വിശുദ്ധ ഖുർആൻ ദേഹത്തെ കുറിച്ച് ഇലാഹ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ചില മനുഷ്യരുടെ ഇലാഹ് എന്ന് പറയുന്നത് അവന്റെ സമ്പത്താണ്. ചില മനുഷ്യരെ നന്മയിൽ നിന്ന് തടയുന്ന അവന്റെ ഇലാഹ് എന്ന് പറയുന്നത് അവന്റെ കുടുംബമാണ്. ചില മനുഷ്യരെ നന്മയിൽ നിന്ന് തടയുന്ന അവന്റെ ഇലാഹ് എന്ന് പറയുന്നത് അവന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഒരുപാട് വലയങ്ങൾക്കുള്ളിൽ മനുഷ്യൻ പെട്ടുപോകും. ആ വലയങ്ങളെ ഒക്കെ ഭേദിച്ചിട്ട് വേണം കലിമത്തുൽ ഖബീസയിൽ നിന്ന് കലിമത്തുൽ ത്വയ്യിബയിലേക്ക് വികാസം പ്രാപിക്കാൻ. ആ കലിമത്തുൽ ത്വയ്യിബക്കാണ് നിലനിൽക്കാനുള്ള യോഗ്യതയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലിസ് സാദിഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യം നൽകിക്കൊണ്ട്, നല്ല ഈ കലിമത്തിന്റെ സ്ഥൈര്യം കൊണ്ട് വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തും. അവര് പാറ പോലെ ഉറച്ചു നിൽക്കും. പ്രതിസന്ധികൾ, വൈതരണികൾ, പരീക്ഷണങ്ങൾ, അതിന്റെ ഒക്കെ മുമ്പിൽ അവർ പാറ പോലെ ഉറച്ചു നിൽക്കും. കാരണം അവർ നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത്രമേൽ ശക്തമാണ്. അവര് നിലനിൽക്കുന്ന ഈ ബിൽ ഖൗലി സാബിത്തി, നല്ല ഉറച്ച വാക്യം കൊണ്ടാണ് അല്ലാഹു അവരെ ഉറപ്പിച്ചു നിർത്തിയത്. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും. ഒരു ഭാഗത്ത് മാത്രമല്ല,
ആ ഒരു ഭാഗത്തെ വിജയം നമ്മൾ ലക്ഷ്യം വെച്ചിട്ടില്ലല്ലോ. അങ്ങനെയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണം എന്നുള്ളതാണ്. ഈ ദുനിയാവിലും ആഖിറത്തിലും ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. ആ ഉറച്ചു നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിശ്വാസികളെ ഞാൻ ഉറപ്പിച്ചു നിർത്തും. ബിൽ ഖൗലി സാബിത്. ഈ ഉറച്ച വാക്യം കൊണ്ട് ഞാൻ അവരെ ഉറപ്പിച്ചു നിർത്തും. വയുദില്ലുല്ലാഹുൽ ളാലിമീന വയഫ്അലുല്ലാഹു മാ യശാ. എന്നിട്ട് ആ ഉറച്ച വാക്യത്തിൽ നിൽക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യരുണ്ടല്ലോ, അവരെ വഴികേടിലേക്ക് പറഞ്ഞു വിടും. കാരണം അവർക്ക് അതിനേ യോഗ്യതയുള്ളൂ. അവർ സ്വയം തെരഞ്ഞെടുക്കുകയാണ്, അവരെ തിരിച്ചുവിടുകയാണ്. ബാക്കി ഈ വിശ്വാസികളെ അള്ളാഹു അവിടെ രക്ഷപ്പെടുത്തും എന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ കൃത്യമായി അളന്നു മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് ജീവിക്കുന്നവരാണ്. ഓരോ ദിവസവും ഓരോ മണിക്കൂറും വിശ്വാസി സമൂഹം അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും വ്യക്തിപരമായ അസുഖങ്ങളെയും കടബാധ്യതകളെയും കുറിച്ചല്ല, വിശ്വാസികൾ ഉയർത്തിപ്പിടിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശ വാക്യത്തിന് പോറലേൽപ്പിക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആരെങ്കിലുമൊക്കെ രക്ഷകരായിട്ട് രംഗപ്രവേശം ചെയ്യും എന്ന മിഥ്യാധാരണയോടുകൂടി മുന്നോട്ട് പോകേണ്ടവരല്ല. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റെടുത്തവനാണെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ഓരോ കല്ലുകളും ഓരോ ഇഷ്ടികകളും പടുത്തു വെക്കുമ്പോൾ അതിൽ ചേരുവകൾ ചേർത്ത് ഒട്ടിച്ചു വെക്കുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്റെ ജീവിതത്തെ ഇങ്ങനെ ഘടിപ്പിക്കണം. എന്റെ ജീവിതത്തിൽ പടുത്തു വെച്ച ഏതെങ്കിലും കട്ടകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചേരുവകൾ ഇല്ലെങ്കിൽ അതിലൂടെ ചോർച്ച സംഭവിക്കും. അത് ആ കെട്ടിടത്തെ ദുർബലമാക്കും. അത് ആ കെട്ടിടത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് അതിനെ തെറ്റിച്ചു കളയും. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്ത് യോഗ്യത കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകിയത്? അതൊരു വലിയ ഔദാര്യമല്ലേ യഥാർത്ഥത്തിൽ? നമ്മൾ ചെയ്ത ഏത് നന്മയുടെ പ്രതിഫലമാണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നിർവഹിച്ച ഏതെങ്കിലും അമലുകൾക്ക് പകരമായിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് നൽകിയത്? ഒരിക്കലുമല്ല. അല്ലാഹു നൽകിയ ഔദാര്യമാണ്. അങ്ങനെ ഒരു ഔദാര്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനോട് നീതി പുലർത്താൻ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ നമുക്ക് കഴിയണം. ആ ഒഴിഞ്ഞുവെപ്പിൽ നമ്മൾ അനുഭവിക്കുന്ന ഭൗതികതകളൊന്നും നമ്മൾ മാറ്റിവെക്കേണ്ടതില്ല. ചിലതിനെ ഒന്ന് പരിവർത്തിപ്പിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് ഒന്നും മാറ്റിവെക്കണ്ട. ഒന്നും മാറ്റിവെക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. അങ്ങനെയും നമ്മൾ വിചാരിക്കണ്ട. നമ്മുടെ കുടുംബത്തെയും മാറ്റണ്ട, സമ്പത്തിനെയും മാറ്റണ്ട, മക്കളെയും മാറ്റണ്ട. ചിലതിനെ നമ്മളൊന്ന് പരിവർത്തിപ്പിക്കേണ്ടി വരും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. ആ പരിവർത്തിപ്പിക്കുന്നത് പോലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിന് വേണ്ടി മാത്രം അള്ളാഹു നൽകിയ ഉദവിയാണ്. ആ ഉദവിയെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഇത്ര വലിയ മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവെള്ളയിൽ വെച്ച് തന്നിട്ട് നമ്മുടെ അലസത കൊണ്ട് നമ്മളിൽ നിന്നത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വന്നാൽ, പ്രിയമുള്ളവരെ, അതിനേക്കാൾ വലിയ ഒരു നഷ്ടബോധം, അള്ളാഹുവിന്റെ മുമ്പിൽ കൈവിരൽ കടിച്ച് നിൽക്കേണ്ടി വരുന്ന നഷ്ടത്തിന്റെ അവസ്ഥാവിശേഷം നമ്മളൊന്ന് ആലോചിച്ചു. സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടത്തിനും അവന്റെ പൊരുത്തത്തിനും ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാനുള്ള, നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം നൽകി പടച്ചിറപ്പ് നമ്മെ തുണക്കുമാണ്.